5 സ്റ്റെപ്പിൽ എങ്ങനെ എളുപ്പത്തിൽ ഒരു കാരിക്കേച്ചർ വരയ്ക്കാം. നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു ഫോട്ടോ സെലക്ട് ചെയ്യണം. അദ്ദേഹത്തിൻ്റെ ഫീച്ചേഴ്സ് ഏറ്റവും കൂടുതലുള്ള ഫോട്ടോ സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടെ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ മനസ്സിലാക്കി തരാനായിട്ട് പ്രോക്രിയേറ്റ് എന്നുള്ളൊരു ആപ്പാണ് യൂസ് ചെയ്യുന്നത്. ഐപാഡിലുള്ള ഒരു ഡ്രോയിങ് ആപ്പാണ് പ്രോക്രിയേറ്റ്. ഇതൊരു ആപ്പിൾ പെൻസിൽ ഉപയോഗിച്ച് നമുക്ക് ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് സാധിക്കും. ആദ്യത്തെ സ്റ്റെപ്പ് തംബ്നെയിൽ സ്കെച്ചാണ്. തംബ്നെയിൽ സ്കെച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെ ഈസി ആയിട്ട് ഈ ഒരു പടം ഡയറക്റ്റ് നോക്കി അങ്ങോട്ട് വരയ്ക്കുക. ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, അധികം ടൈം എടുക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ കാണുന്ന ഫീച്ചേഴ്സ് മാത്രം എടുത്ത് അങ്ങോട്ട് വരയ്ക്കുക. അപ്പോൾ തംബ്നെയിൽ സ്കെച്ച് എന്നുള്ള സ്റ്റെപ്പിൽ നമുക്ക് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ ഫേസിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്. ആ ഫീച്ചേഴ്സ് എക്സാജറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ നമ്മുടെ പടം നമ്മൾ എത്രത്തോളം ഒബ്സർവ് ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും നമ്മുടെ ഈ ഒരു കാരിക്കേച്ചർ ഡ്രോയിങ്ങിൻ്റെ റിസൾട്ട്. ഇനിയാണ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് വരുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഫേസിനെ നമ്മൾ ഷെയ്പ്പാക്കി ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള ഷേപ്സ് വെച്ചിട്ട് നമ്മുടെ ഡ്രോയിങ് ഒന്നുകൂടി ചെയ്യുമ്പോൾ കൂടുതൽ കാരിക്കേച്ചർ സ്റ്റൈലിലേക്ക് നമ്മുടെ ഡ്രോയിങ് മാറും. അപ്പോൾ ഇത്രയും സ്റ്റെപ്പ് കഴിയുമ്പോൾ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഫേസിനെ കുറിച്ചിട്ട് ഒരു ഏകദേശ ധാരണ കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഫൈനലൈസ് ദ ഡ്രോയിങ് എന്നുള്ള സ്റ്റെപ്പാണ്. അപ്പോൾ വളരെ നീറ്റായിട്ട് ഓരോ പോർഷൻസ് നമ്മൾ വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് ഒരു കാരിക്കേച്ചർ ഡ്രോയിങ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്.